ഇന്നത്തെ ഗോഡ് ഓഫ് വാർ RP കൊണ്ടുപോയേ. അപ്പോഴാണ് ഞാൻ സൂസനെ കാണുന്നത്. എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ല. തിരിച്ചു വന്ന അപ്പൊ കെട്ടി വീട്ടിൽ കൊണ്ടുപോല്. എന്റെ കഥ കേട്ടുന്ന ഇവിടെ 3 പേര് ബ്രേക്കപ്പ് ആയിരുന്നു. നമ്മൾ ഇഷ്ടം തോന്നിയ ആളോട് ചിലപ്പോ നമുക്ക് അങ്ങനെ രീതിയിൽ തോന്നത്തില്ലല്ലോ. കണ്ണീര് വെള്ളം വന്നിട്ട് അത് തന്തയ്ക്ക് വിളിച്ച് തിരിച്ചു വരച്ചു. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെയൊക്കെ ബ്രേക്കപ്പ് റീസൺസ്? എനിക്കൊക്കെ എന്റെയൊക്കെ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ കേട്ടാ നിങ്ങൾക്ക് അപ്പൊ വിഷമം വരും. എടാ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? എന്റെ സൂസനെ പറ്റി അറിയോ നിങ്ങൾക്കൊക്കെ? നിങ്ങളുടെ എടാ സൂസനും ഞാനും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്ത റീസൺസ് ഒക്കെ കേട്ടാ നിങ്ങൾക്ക് തന്നെ വിഷമം വരും. ഇതൊക്കെയാണോ റീസൺ എന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കൂട്ടിന്റെ ഉള്ളിൽ കയറാം. അല്ല, ഇവിടെ എനിക്ക് ആരെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ? ഒരു പോപ്കോൺ ഒക്കെ എടുത്തിരുന്നു കുറച്ചു നേരം സംസാരിക്കാം. ഇന്നത്തെ ഗോഡ് ഓഫ് വാർ RP കൊണ്ടുപോയേ. സ്പൈഡർ പെർസുവാണോ? അതിന്റെ ഇടയിൽ കൂടെ എടാ ഇതല്ല വേറെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാ. അടങ്ങിയിരിക്കടാ. ഇങ്ങനത്തെ അല്ല സ്റ്റോറിക്ക് അനുസരിച്ച് പാട്ട് മാറി മാറി വരണേ. ഞാൻ കുറച്ച് കഴിക്കാൻ നോക്കിയിട്ടെ, എന്നാലും നിങ്ങൾക്ക് RPയുടെ ഒരു ഫീൽ കിട്ടും. അത് വന്നിട്ട് അപ്പൊ കൂടെ തുടങ്ങാമേ. അടങ്ങിയില്ലടാ, അത് ഇറല്ലേടാ. മതി സൗണ്ട് ഇല്ല, സൗണ്ട് കുറച്ച് സൗണ്ട് വെക്കോ. കടവൽ പണിയിട്ട് ഇருக்கு. എനിക്കേ കൂടും. അല്ല, ഇതിപ്പോ ആരെ വിട്ടിന്ന് ഓരോ നേരം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് മനസ്സിലാവില്ല. അന്നാ കഥ പറയണ സിറ്റിയില് കുറച്ച് സൗണ്ട് കുറച്ചോടാ. പറയാം. നിങ്ങളൊക്കെ ഇപ്പൊ സിറ്റിയില് ഇതുപോലെ ലൈൻ അടിച്ച് നടക്കുന്നത് പോലെ എനിക്കും ഇങ്ങനൊക്കെ നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് ഞാനിങ്ങനെ കുറെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി അങ്ങനെ എന്റെ ഒരു വൈബിന് സെറ്റ് ആവുന്ന ഒരാളെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോഴാണ് ഞാൻ സൂസനെ കാണുന്നത്. സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പോലും പറ്റൂല. സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇന്ന ആളെ പോലെ ഒരാള് അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ ഒരാള് എന്ന് പറഞ്ഞാൽ സൂസനെ പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ അതിന് പോസിബിൾ അല്ല. മനസ്സിലായേ? നമ്മളിപ്പോ പറയാം, ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒറ്റവട്ടേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നില്ലേ, അത് സൂസന്റെ കാര്യത്തിലായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ല. ഞങ്ങള് ഇങ്ങനെ പ്രേമിച്ച് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ ഓൾറെഡി ടിവിയുടെ കാര്യങ്ങളൊക്കെ അന്നോട്ട് നോക്കുന്നതാണല്ലോ. അപ്പൊ ടിവിയുടെ ലീഡറാണ് അന്ന് തൊട്ടേ എന്റെ മനസ്സിൽ എന്താ ഗ്യാങ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സൂസനെ എനിക്കെപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രം വാല്യൂ ചെയ്താൽ പോരല്ലോ, അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ സർക്കിളും ബാക്കിയെല്ലാം നമ്മൾ വാല്യൂ ചെയ്യണമല്ലോ. സൂസന്റെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ആ സമയത്ത് ഒരു ഗ്യാങ് തുടങ്ങി. അപ്പൊ
സൂസനെ ഗ്യാങ്ങിൽ കയറിയേ പറ്റുള്ളൂ. പക്ഷെ കാരണം അവരുടെ എപ്പോഴും എന്റെ കൂടെ ആ സമയത്ത് എന്റെ കൂടെ ഫുൾ ടൈം നടക്കാനും ഇതാക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ സൂസന്റെ കാര്യങ്ങളോടെ ഇത് ചെയ്തതുകൊണ്ട് ഞാനത് റെസ്പെക്ട് ചെയ്ത് സൂസനടുത്ത് ഗ്യാങ്ങിൽ കയറിയുള്ള സീനൊന്നും ഇല്ല. ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ആരാന്നറിയോ? നമ്മുടെ അമ്പുവണ്ണനൊക്കെയാണ്. അമ്പുവണ്ണനൊക്കെയാണ് ഓപ്പോസിറ്റ് ഗ്യാങ്ങില് MC. മദർച്ചൂല്ല, മദർച്ചൂല്ല, മെക്സിക്കൻ കാർട്ടൽസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ എടാ സൗണ്ട് കുറച്ച് വെക്കണം, എനിക്ക് ഒട്ടും കേൾക്കണില്ല. കോച്ചിനെ തപ്പി കുട്ടി എത്തിയല്ലോ. കുട്ടി എത്തിയോ കോച്ചിനെ? അപ്പോഴാണ് ഞങ്ങള് അവള് MC-ല് കയറണമെന്ന് പറഞ്ഞു. എന്താ ഞാൻ നോക്കിയപ്പോ നമ്മളൊന്നും ഇത് ചെയ്യണ ശരിയല്ലല്ലോ, അതായത് കൺട്രോൾ ചെയ്യുക അതൊന്നും ശരിയല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ എന്തായാലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു സൂസ് അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, എവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പോ ഇൻ ബിറ്റ്വീൻ ഞങ്ങള് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഒക്കെ ആവുമെങ്കിലും ഞങ്ങൾ മാക്സിമം ഒതുക്കി ഞങ്ങളെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ വന്നിരിക്കുന്ന പോലെ പുറത്തൊക്കെ പോവായിരുന്നു. ഞങ്ങൾക്ക് കുറെ നല്ല കിടില മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങള് സത്യം പറഞ്ഞ സൂസനെ കൊണ്ട് പോവാത്ത ഒരു സ്ഥലമില്ല സിറ്റിയിൽ. ഞങ്ങൾ അത്രയ്ക്കും ഭയങ്കര ക്ലോസ് ആയി ഡെയിലി കാണും. അതിൽ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എപ്പോഴും സൂസൻ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ. നിങ്ങളിപ്പോ രാത്രിയിലേക്ക് ഒരുമിച്ച് ഇങ്ങനെ നടക്കണൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ ഉള്ളിന്റെ ഉള്ളില് അരുന്തോസന്റെ ഒരു മുരട് സ്വഭാവം ഉണ്ടെങ്കിലും ഈ പറയണത് പോലെ എന്റെ ഉള്ളിൽ കിടക്കണ ആ ഒരു സാധനം എനിക്കിങ്ങനെ ഡീപ്പായിട്ട് ഹിറ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ചുമ്മാ തമാശക്കൊക്കെ നിങ്ങളടുത്ത് പറയണതാ. സൂസനെ പോലെ ഒരാളെ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും 2 ഗ്യാങ്ങിലായി പോയത് ഭയങ്കര ഒരു ഇതായി പോയി. അതായത് പലവട്ടം സൂസനെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ആയിട്ട് MC-യിലെ ഗ്യാങ് ഹൗസിൽ പോകേണ്ട അവസ്ഥ വന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാനിപ്പോ എന്തെങ്കിലും ഒരു മെസ്സോ മാസോ അടിക്കുക, നമ്മളിപ്പോ ഗ്യാങ്ങായിട്ടൊക്കെ അടിയുണ്ടാകുന്ന സമയത്ത് വല്ല മെസ്സോ മാസോ വല്ലോ അടിക്കുവാണെങ്കിൽ അത് മിണ്ടാതിരുന്ന് കേൾക്കേണ്ട അവസ്ഥ പലവട്ടം അവക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ആൾക്കാർ ഇരുന്ന് പറയുമ്പോൾ സൂസന്റെയും എന്റെയും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ള അടിയിൽ ഇങ്ങനെ റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഞാൻ എപ്പോഴും തമാശക്കാണെങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുണ്ട് എനിക്ക് ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് എന്നുള്ളത്. അതിങ്ങനെ തമാശക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, എനിക്ക് അത് തന്നെയാണ് അൾട്ടിമേറ്റ്. അതിനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും TV-ക്ക് മുകളിൽ എനിക്ക് വേറൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധനം എനിക്ക് അന്ന് തൊട്ടേ മനസ്സിൽ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിനപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന TV-യിലേക്കൊക്കെ ചിലപ്പോൾ അന്ന് എത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സൂസനെ വിട്ട് കളയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് TV എത്തിച്ചു വെക്കേണ്ട ഒരു ലെവലിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ആ ദൂരത്തിലോട്ട് വരാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും വേണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്രേമം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല എനിക്ക്. പക്ഷെ എനിക്കറിയാം ഞാൻ അവിടെ എന്റെ സാർത്ഥകമായിട്ടുള്ള എന്റെ ഗ്യാങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തപ്പോ ഒരു കൊച്ചിന് എന്നോടുള്ള ട്രസ്റ്റ് അടക്കം ആണ് അവിടെ പോയതെന്ന് ഞാൻ പിന്നീട് സക്സസ്ഫുൾ ആയതിനു ശേഷം ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും ഞാൻ ഇരുന്ന് മാസ് അടിക്കുന്നത്. ഈ മാസ് അടിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ അവൾക്ക് എന്നോടത് പറയണമെന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന്. പക്ഷെ എനിക്കത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരിക്കലും വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ ഇരുന്ന് മാസ് അടിക്കുന്നത് പലവട്ടവും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെന്റിലേക്ക് എത്തി തുടങ്ങി കാര്യങ്ങളൊക്കെ. ആ ടൈമിലാണ് എനിക്ക് സത്യം പറഞ്ഞ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഈ റിലേഷൻഷിപ്പ് നിർത്തുക എന്നുള്ളതായിരുന്നു എന്റെ മുമ്പിൽ ഒന്നാമത് അവസാനമായിട്ടുള്ള
ഒരു ഇതാണ്. കാരണം എനിക്ക് പറഞ്ഞില്ല, ഈ ഗ്യാങ്ങിന്റെ അപ്പുറത്തോട്ട് വേറൊരു കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ എനിക്ക് 100% ഉറപ്പാ. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എന്റെ ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ നോക്കി നടത്താനും നോക്കി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. സൂസൻ എനിക്കൊരു നല്ലൊരു ആറ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുവ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞ എന്റെ സിറ്റിയിലെ വൺ ഓഫ് ഒരു ഫേവറേറ്റ് കാറായിരുന്നു. ഞാൻ എവിടെ പോയാലും ഞാൻ എടുക്കുന്നത് അതായിരുന്നു. അവസാനം എനിക്കിത് കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ സൂസനെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സൂസന്റെ അടുത്ത് പറഞ്ഞു, സൂസ എനിക്ക് എന്റെ ഗ്യാങ് ആണ് വലുത്, ഇതിപ്പോ മൾട്ടിപ്പിൾ ടൈംസ് ആയി, നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നു. നിന്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, എന്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനി ഇതിന്റെ അപ്പുറത്തോട്ട് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെച്ച് അങ്ങ് നിർത്തി. ഇപ്പഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പഴും നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്നോട് അവസാനമായിട്ട് ദിവസം പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എന്റെ അത്രയും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഒരിക്കലും അവൾ എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു മറുപടിയും തീരുമാനം ആയിരുന്നില്ല എന്ന് എന്നോട് സൂസൻ പറഞ്ഞായിരുന്നു. അത് ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റി വലിയ ആലോചിച്ചിരുന്നിട്ടില്ല. പക്ഷെ നിങ്ങളെയൊക്കെ ഇപ്പൊ കാണുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അത് മനസ്സിൽ വരാറുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നേനെ. എന്റെ അടുത്ത് ചേട്ടോ, ഞാൻ ഒരിക്കലും സൂസനെ കുറ്റം പറയില്ല. സൂസൻ ഇപ്പൊ സിറ്റിയിലോട്ട് വരാറില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ല. സൂസൻ വേറൊരു നടുവില് വന്ന് എനിക്കറിയാം, അത് അങ്ങനെയല്ല. സൂസൻ അങ്ങനെ വരാറില്ല മൊത്തത്തില്. ഇടയ്ക്കൊക്കെ വന്ന് കണ്ടിട്ട് പോണതേ ഉള്ളൂ. സൂസൻ ഇപ്പൊ മലേഷ്യയില. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ഇല്ലില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കപ്പിൾസ് ആയിട്ടുള്ളവർ ആലോചിച്ചും കണ്ടും ഒക്കെ ഡിസിഷൻ എടുക്കുക. ഇതുപോലെ പിന്നീട് ഓർത്ത് രണ്ട് ചെയ്യരുത്. തിരിച്ചും കളിച്ച് നടക്കുന്ന സമയം മാത്രമല്ല, നാളെ ഒരുമിച്ച് കുറച്ച് വിഷമങ്ങൾ ഫേസ് ചെയ്യേണ്ട സമയം വരും. അന്നേരം ഇപ്പൊ സന്തോഷത്തിലുള്ള കോർഡിനേഷൻ ആ വിഷമത്തിലും ഉണ്ടാവണം. നമുക്ക് പേടിയില്ല, കോർഡിനേറ്റ് ആളില്ല, ഒന്ന് പേടിച്ച് വൺ ഡൗൺ. വരുവണ്ണ, ഒരു നാള് വരുവണ്ണ ആള്. സൂസനിന് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലടാ. സൂസനെ പോലെ ഒരാളെ ഞാൻ തെരഞ്ഞു നടക്കൂല, ഇങ്ങനെ ഒരാളെ കിട്ടൂല. തിരിച്ചു വന്നാലോ? തിരിച്ചു വന്നാ അപ്പൊ കെട്ടി വീട്ടിൽ കൊണ്ടുപോല് കോച്ച്. പിന്നെ അല്ലേ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആര് വന്നാലും പിന്നല്ലാതെ. സൂസനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോന്നോ? ഇത്രയും ഞാൻ സംസാരിച്ചത് സൂസനെ മിസ് ചെയ്യാത്തതാണോ? ഐ മീൻ ഇപ്പൊ ഈ ഇരിക്കുന്ന ടൈമില് ഉറപ്പായിട്ടും സൂസനെ മിസ് ചെയ്യുന്നുണ്ട്. സൂസന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, സൂസന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് അറിയോ? സൂസൻ ഇങ്ങനെ എപ്പോഴും വന്ന് ഐ ലവ് യു ഒന്നും പറഞ്ഞു വെച്ച് ഇങ്ങനെ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നില്ലേ ഞങ്ങള്. ക്രിഞ്ചിന്റെ അല്ല ഞാൻ പറയണേ, ക്രിഞ്ചിന്റെ എല്ലാം പറയണേ. എനിക്ക് ഭയങ്കര, അതായത് ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവള് കംപ്ലീറ്റ്ലി ഇതിന്റെ അയലത്ത് വരുമോ ഇതാക്കുമോ ഒന്നും ചെയ്യൂല. മനസ്സിലായോ? ആൾക്കറിയാം കുറെ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ് സൂസൻ അത്ര ഹേർട്ട് ആയതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ സൂസനും അങ്ങനത്തെ ഒരു ടൈം പാസ് രീതിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില് കുഞ്ഞു കളിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ. അതായത് ഞങ്ങൾ എൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ മലയിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചു. ആ സമയത്താണ് സൂസൻ ആദ്യമായിട്ട് എന്റെ അടുത്ത് നിന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്നത്. ഓട്ടെ ശരിയാവും, ഒരിക്കലും എല്ലാം സെറ്റ് ആവും, എല്ലാവർക്കും ശരിയാവും. കേട്ടാ മോബി? എന്താ
സേഫ് ആവല്ല ഞാൻ എണീറ്റിട്ട് ഇരുന്നാ. കിട്ടിയില്ല. വാസുണ്ണ പറടാ. ഈ പ്രണയത്തെ ബ്യൂട്ടിഫുൾ ആക്കണെന്താ അത് പറയാമോ? നിങ്ങളെ ആ എക്സ്പീരിയൻസ്. നീ അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെ ഭയങ്കര ക്രിഞ്ച് ക്വസ്റ്റ്യൻ ആയി പോകും. അല്ലല്ല, ക്രിഞ്ച് ആയിട്ടല്ല, നിങ്ങളെ എക്സ്പീരിയൻസിൽ ഒരു ഏറ്റവും കൂടുതൽ പ്രണയത്തെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ എന്ത് പറയാം? ബാക്കിയുള്ളവർ കേൾക്കുമ്പോ അത് ഒരു ക്രിഞ്ച് ആയി. അതെ അതെ അതെ, നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് വേറൊരാൾ കാണുമ്പോൾ ക്രിഞ്ചായിരിക്കുംടാ. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് ഈ ക്രിഞ്ചിനും, മനസ്സിലായ? ഇപ്പൊ ഉറപ്പായിട്ടും നമ്മൾ പിന്നെ വേറൊരു ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ ഭംഗിയാവുന്ന എപ്പോഴാണെന്നറിയാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് നമ്മളുടെ ഒരാളെ കമ്പയർ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതായത് ഇപ്പൊ ഇവനെ കണ്ടോ അവനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യില്ലേ, ആ കമ്പാരിസൺ നമ്മുടെ ഇടയ്ക്ക് വന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇടലം കാര്യം. സത്യം പറഞ്ഞ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര. പിന്നെ നമ്മൾ ഈ വെളിയിലുള്ള ആൾക്കാരെയൊക്കെ കാണത്തില്ലേ, ഓരോന്ന് കാണുന്നു പറയൂലേ, അതായത് അവരെന്ത് അടിപൊളിയാ, അവരുടെ വീഡിയോസ് ഒക്കെ എന്ത് അടിപൊളിയാ, അവരെ കാണുമ്പോ എന്ത് അടിപൊളിയാ. അവരൊക്കെ അവരുടെ സന്തോഷം മാത്രമേ കാണിക്കുള്ളൂ, വിഷമവും ദേഷ്യവും അവരുടെ ഇടയ്ക്കുള്ള വഴക്കൊന്നും കാണിക്കത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ വഴക്കൊക്കെ എന്ന്, മനസ്സിലായ? അത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാരും എല്ലാവരുടെ സന്തോഷം മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ, ഈ ഇഷ്യൂസും പ്രശ്നമൊക്കെ പുറത്ത് കാണിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. അതെ, എന്റെ കഥ കേട്ടുന്ന ഇവിടെ 3 പേര് ബ്രേക്കപ്പ് ആയിരുന്നു തോന്നുന്നു. അപ്പുക്കുട്ടന് നഷ്ടപ്രണയമില്ലേ? അപ്പുക്കുട്ടനൊരു നഷ്ടപ്രണയമില്ലേ? ഓ, എനിക്ക് ആകെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പറ അപ്പുക്കുട്ട കേക്കട്ടെ. എന്ത് നഷ്ടപ്രണയം? ഞാൻ പറഞ്ഞുതരാം. അപ്പുക്കുട്ട ഇത് തകർക്കും കേട്ടാ. എന്റെ പ്രണയം ഞാനും ചട്ടത്തിമറയത്തും കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അന്ന് ഈ ഫോണില്ല. ഫോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ചെറുപ്പാ. അപ്പൊ നമ്മളെ കയ്യിൽ ഫോണൊന്നില്ല. ഫോണൊന്നില്ലാണ്ട് നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു കൊച്ചിനോടല്ല, എന്റെ കുറച്ചുപേര് എന്നെ മോട്ടറാക്കിയിട്ട് ഞാൻ കൊച്ചിനോട് അറിയാണ്ട് ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഞാൻ ആ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോഴാണ് ഇവള് എന്റെ ലൈഫിലോട്ടങ്ങനെ ഒരു ഫ്രണ്ട് പോലെ ഇങ്ങനെ കേറി കിടന്നു വരുന്നത്. അവള് അങ്ങനെ കിടന്നു വന്നിട്ട് നമ്മള് നോർമലി ഇങ്ങനെ കമ്പനി ആയിട്ട് വന്നു. അപ്പൊ കമ്പനി ആയിട്ട് വന്ന സമയത്ത് ഇഷ്ടം തുറന്നു പറയണല്ലോ. പക്ഷെ എനിക്ക് ക്രഷ് അടിച്ച്, അവൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ ക്ലാസ് റൂമൊക്കെ നോക്കുന്ന സമയത്ത്, ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവളിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അവൾക്ക് എന്തോ എന്നുള്ള രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തോന്നി വന്നു. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ക്രഷായി. ഞാന് അങ്ങനെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറെ നടന്നു. അപ്പൊ ഞാൻ കുറച്ച് ഇൻവെർട്ടർ അറിയാം ഞാൻ. പക്ഷെ സ്റ്റേം ഭാഷ തുറന്നു പറഞ്ഞാലേ അവർക്കും കൂടി അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ ഒരു വഴി നോക്കി നടക്കുന്ന സമയത്ത് ഇവൾ എന്റേക്കുന്ന ഒരു ബുക്ക് ചോദിച്ചു. എന്റേക്കുന്ന ഒരു ബുക്ക് കടം ചോദിച്ചു. എന്നിട്ട് ഇവള് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്ന സമയത്ത്
ഈ ബുക്ക് എനിക്ക് തന്ന് ബുക്ക് തന്നുമ്പോ അതിന്റെ ബാക്കില് മറ്റേ ഒരു ചിത്രം, ചെറിയൊരു ചിത്രം, ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗേൾസ് ഒക്കെ ടൈപ്പ് വരയ്ക്കുന്ന ഒരു ചിത്രം പോലത്തെ ഒരു ചിത്രമില്ലേ, ഒരു മൈലാഞ്ചി ഒക്കെ ഇട്ടുള്ള പോലത്തെ ഒരു നല്ലൊരു ചിത്രം. അത് കണ്ടപ്പോ എനിക്കിങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വഴി തന്നെ തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതേ സംഭവം ഞാൻ ചെറുതായിട്ട് വരയ്ക്കും, മനസ്സിലായോ? ഞാൻ ചെറുതായിട്ട് വരച്ചിട്ട് അവൾക്ക് കൊടുത്ത്. അപ്പൊ അവള് മറ്റേ പോയപ്പോ ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ രാത്രി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കത്തില്ലേ എന്തായിരിക്കും ഉള്ള റെസ്പോണ്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം അവള് വന്ന് ബുക്ക് തന്നപ്പോ അതില് വേറൊരു ചിത്രം, അത് തൊട്ടപ്പുറത്തെ പേജിൽ വേറൊരു ചിത്രം. എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഒരു 2-3 ദിവസം നമ്മൾ അങ്ങനെ ബുക്ക് കൈമാറിയപ്പോ 3-4 ചിത്രങ്ങളൊക്കെ വന്നിങ്ങനെ. അങ്ങനെ ലാസ്റ്റത്തെ ചിത്രത്തിന് പകരം ഞാൻ എന്റെ ഇഷ്ടം തുറന്ന് എഴുതിയതിൽ എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ രീതിയിൽ നിനക്ക് ഇതിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, അങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ച് തിരിച്ച് റെസ്പോൺസ് നല്ല ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്ത്. പിന്നീട് നടന്നത് ഭയങ്കര. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഞാനിങ്ങനെ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. അവള് ബുക്ക് എനിക്ക് തുടർന്ന് വന്ന് ഞാൻ ബുക്ക് തുറന്നു നോക്കണ സമയത്ത് ബുക്കിന്റെ ബാക്കിൽ എഴുതിണ്ടായിരുന്നു അവളുടെ ഉപ്പേനെ വിഷമിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരെ വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യത്തുമില്ല, അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അപ്പൊ എന്റെ മനസ്സ് മൊത്തം ഡിപ്രഷനായി മൊത്തത്തിൽ. എന്നിട്ട് പിന്നെ കുറെ ദിവസം അവളെ അങ്ങനെ നോക്കൊന്നും ചെയ്തില്ല. ക്ലാസ് ചെയ്തിട്ട് ഞാനിങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് കരയും. എന്നിട്ട് പക്ഷെ ആരും അറിയത്തില്ല. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ അവളെന്നെ വന്നിട്ട് എന്നോട് വന്നിട്ട് സംസാരിച്ച് നമുക്ക് പഴയ പോലെ തന്നെ ഒരു ഫ്രണ്ട് പോലെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലും നമുക്ക് പണ്ടത്തെ നമ്മൾ ഇഷ്ടം തോന്നിയ ആളോട് ചിലപ്പോ നമുക്ക് അങ്ങനെ രീതിയിൽ തോന്നത്തില്ലല്ലോ. അങ്ങനെ അത് പോയി. ഇതാണ് എന്റെ സ്റ്റോറി. ഇതല്ലേ വേറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അന്നാ. ഉപ്പാനെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ കൊച്ച് 3 ആഴ്ച കഴിഞ്ഞപ്പോ വേറൊരു ചെക്കന്റെ പൊളിച്ചു. കണ്ണീര് വെള്ളം വന്നിട്ട് അത് തന്തയ്ക്ക് വിളിച്ച് തിരിച്ചു എനിക്ക് ഇമോഷണൽ അല്ലേ? ഒളിച്ചോടിപ്പോയത് എന്റെ അതല്ലല്ലോ, എനിക്ക് ഇമോഷണൽ. നിന്നെ കണ്ടറിയാം നിനക്കൊരു കഥ പറയാനുള്ളത്. ആദ്യം തൊട്ടുള്ള കഥ പറയണമെന്ന്. എന്റെ കഥയൊക്കെ ട്രാജഡി മാത്രമേ ഉള്ളതാണ്. എന്നാലും അതോടെ കേട്ടിട്ട് ഉറങ്ങാൻ ഈ ചന്ദ്രു അലീനയുടെ ലവ് സ്റ്റോറി എങ്ങനെ അടിപൊളിയാത്. കേട്ട് അടുത്ത് ചന്ദ്രൻ അലീന ഇല്ലല്ലോ ഇവിടെ, അവരുടെല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പോയാ പോയി.
എന്നാ അതിപ്പോ ആ പണ്ട് എനിക്കൊരു ഒരു കൊച്ചുണ്ടായിരുന്നു അണ്ണാ. ലൈക്ക് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോട്. AFK നോക്കണേ എല്ലാരും ഒന്ന് എണ്ണീറ്റിട്ടിരുന്നു. ചെയ്യുന്നുണ്ട്. അതീ പറഞ്ഞോ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഗെയിം കളിക്കും ചുമ്മാ. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു. ആ കൊച്ചിപ്പോ എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞു വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നി ഒരു ടൈം ആയപ്പോ. മനസ്സിലായോ? ലൈക്ക് അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ കൊച്ചു മാത്രം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കൊച്ചാണ് വേറെ സ്ഥലത്ത്, ഞാനാണ് വേറെ സ്ഥലത്ത്, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനൊരു ദിവസം ഇഷ്ടാന്ന് പറഞ്ഞ് ആട്ടി തുമ്പി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം ആ കൊച്ചിന് ഇങ്ങനെ തോന്നി. മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല പിന്നെ കണ്ടത്, പക്ഷെ ആ കൊച്ചിന് എന്നോട് തോന്നി. ആ കൊച്ചു പറഞ്ഞു. അങ്ങനെ നമ്മള് സത്യം സെറ്റായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നതാണ്. കാരണം നമ്മൾ കാണാൻ പറ്റില്ലല്ലോ. ആള് വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, അങ്ങനെയായിരുന്നു. അങ്ങനെ നിന്നോണ്ടിരുന്നപ്പോ ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജോലിയൊക്കെ കളഞ്ഞ് ഈ കൊച്ചുള്ള സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ലൈക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാ. ലൈക്ക് ഒരു 18 മണിക്കൂറൊക്കെ ജോലി, 6 മണിക്കൂർ ഉറക്കം. ഈ 6 മണിക്കൂർ ഉറക്കുന്നതിൽ 1 മണിക്കൂർ ഇവിടെ വിളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ലൈക്ക് എപ്പെങ്കിലും ഒരു സോഫ് കിട്ടുമ്പോ കൊച്ചിനൊക്കെ പോയി കാണും. അന്നേരം കിടിലായിരുന്നു സത്യം പറയാല്. അതായത് എന്റെ ലൈഫിൽ ഏറ്റവും കിടില്. പിന്നെ ലൈക്ക് ഒരു സമയം കഴിഞ്ഞപ്പോ കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് എല്ലാരും വീടിന്റെ അകത്തായില്ലേ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിലോട്ട് മാറി ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെ പോവാ ഇങ്ങനെ നിന്നു. ലൈക്ക് എന്റെ വീട്ടുകാരെ അറിഞ്ഞ്, ഞാൻ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് വന്നപ്പം എനിക്ക് അറിഞ്ഞോളാം. ലൈക്ക് അവക്ക് ലൈക്ക് അവള് പഠിക്കുന്ന സ്ഥലത്തൊന്നും എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ട്. അങ്ങനെ ഞാൻ തന്നെ അവളോട് പറഞ്ഞു ലൈക്ക് എല്ലാവരുമായിട്ട് കമ്പനി നടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രി എനിക്കൊരു ഫോണ് വന്നു. ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ പറഞ്ഞു മന്ദാരനി ആ കൊച്ചിന്റെ കുറെ നടക്കുന്നു, ആ കൊച്ചിന് താല്പര്യമില്ല. അതാരാ വിളിച്ചേ? അവളുടെ ഒരു ഫ്രണ്ടാ. എനിക്ക് അറിഞ്ഞൂടാ. അവൻ എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. താല്പര്യമില്ല എന്ന് പറഞ്ഞാ ഞാൻ എന്താ പറയാ. ഞാൻ പിന്നെ കുറെ ചോദിച്ചു എന്താ റീസൺ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കിപ്പോഴും വിഷമം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അതിന്റെ റീസൺ അറിഞ്ഞതാണ്. ഞാൻ എന്താ ചെയ്തത്, എന്ത് തെറ്റായത് എനിക്കിപ്പോഴും അറിഞ്ഞു. ആ ഒരു വിഷമമില്ല എണ്ണ. അതാണ് ഇപ്പോഴും എങ്ങനെ നിൽക്കുന്നത്. നമുക്ക് എന്താ റീസൺ പോലും അറിഞ്ഞൂടാ. ആ റീസൺ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇത് എന്തെങ്കിലും തിരുത്താനെങ്കിലും പറ്റൂല. അതെന്താന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിഞ്ഞതാണ്. ഞാൻ എന്താ ചെയ്തത്, എന്തെങ്കിലും മോശം ചെയ്തത് എനിക്ക് അറിഞ്ഞൂടാ. അതും അവള് പോലും അല്ലേ പറഞ്ഞു, വേറൊരാള് വിളിച്ചിട്ട് പറയും. ഞാൻ ലിറ്ററലി അവന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. എനിക്ക് ഒരു അറിയാത്ത ആളാണ്. ഓസിസി ഇവിടെ പറഞ്ഞു. ഇവിടെ ഓസിസി ആണെന്ന് പറഞ്ഞില്ലല്ലോ ബ്രോ. ഇത് അവന്റെ സിറ്റിയിലെ കഥയാണെങ്കിലോ? ഓസി ആണെന്ന് ബ്രോ എടുത്ത് പറഞ്ഞില്ലല്ലോ. ഇത് അവന്റെ സിറ്റിയിലെ കഥയാണ്. പോയി ഞാൻ പിന്നെ ഞാൻ അകത്ത് പോയില്ല. നീ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തില്ല? ഇല്ല, ഞാനൊരു പട്ടീനെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അതിന്റെ ഫോട്ടോക്ക് ഇടയ്ക്ക് അയച്ചു തരായിരുന്നു. പിന്നെ ഞാൻ പോയില്ല. കാര്യമൊന്നുമില്ല.
നാരദൻ എന്തെങ്കിലും പറയണ്ടോ? അടക്കാ ഉം. ആരതും പറഞ്ഞപ്പോ പിള്ളേർക്ക് മോബിക്ക് പറയലുണ്ടോ? മോബി മോബി അവർക്ക് ഇങ്ങനെ സങ്കടമൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ മോബി പറയടാ. വേണോ? കൂക്കു മോബി പറയടാ. മോബി പറ. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ജോബിനൊക്കെ കയറിയ സമയത്താ ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് റിലേഷൻ എല്ലാം ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു സമയം. അതായത് ജോബിനൊക്കെ ഫസ്റ്റ് ടൈം കയറി ഒരു 3-4 മാസത്തിന് ശേഷം ഒരു കൊച്ചിനെ കണ്ട് ക്രഷ് അടിച്ചു. പക്ഷെ എനിക്കത് അങ്ങോട്ട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറയത്തില്ലായിരുന്നു. എനിക്ക് എന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്റെ മനസ്സിൽ തന്നെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം ആ കൊച്ചിന് ഇങ്ങോട്ട് തോന്നി, ആ കൊച്ചിന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന് അപ്പം ഞങ്ങള് സംസാരിച്ചു തുടങ്ങിയപ്പം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങള് കമ്മിറ്റഡ് ഒക്കെ ആയി, റിലേഷൻ തുടങ്ങി. അപ്പം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈക്ക് ഇതിലൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. അവർക്ക് എന്നെക്കാട്ടും 2 വയസ്സ് മൂപ്പുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ അവളുടെ വീട്ടിലെ ലൈക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വരും ഇങ്ങനെ ആ ഒരു വീട്ടുകാര് കല്യാണം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ എനിക്ക് അറിയായിരുന്നു. ലൈക്ക് അവൾ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ റിലേഷൻ ആയി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇങ്ങനെ കല്യാണം ആലോചന ഇതൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ അവളൊക്കെ അത് ചില്ലായിട്ട് എടുത്ത് തന്നെ അവളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യായിരുന്നത്. പിന്നെ ഞങ്ങള് കുറെ നാളിങ്ങനെ പോയി ഒരുമിച്ച്. പിന്നെ ഒരു സമയം എത്തി എനിക്ക് ജോബ് വിട്ട് ഹയർ സ്റ്റഡീസ് കാരണം അങ്ങനെ ഒരു അവസരം വന്ന് അതിനു വേണ്ടി വന്നപ്പം അറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോഴതാണോന്ന് അറിയില്ല, സംസാരമൊക്കെ കുറഞ്ഞു, ആൾക്ക് ഇൻട്രസ്റ്റ് പോയി. പെട്ടെന്ന് ഒന്നും മര്യാദക്ക് സംസാരിച്ചില്ല എന്റെ അടുത്ത്. അതായത് റീസൺ പോലും മര്യാദക്ക് പറഞ്ഞില്ല. ഞാൻ എന്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമുക്ക് റിലേഷൻ നടത്താം, പോവില്ല മുമ്പോട്ട് എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് പോയി. പിന്നെ ഞാന് ശരിക്കും പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയെ. അപ്പം അവള് അതൊന്നും ഒരു ഇതാക്കി എടുക്കാതെ പോയി, ബ്ലോക്ക് ആക്കി പോയി. എനിക്ക് സംസാരിക്കാൻ തോന്നി, ഭയങ്കര സംസാരിക്കാൻ തോന്നി. ഞാൻ ഒരു 3-4 മാസമായിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ലൈക്ക് ഞാന് ബ്ലോക്ക് ആക്കി പോയിട്ടും എനിക്ക് പുള്ളിയുടെ അടുത്ത് സംസാരിക്കണം, അവളുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ എന്തോ വലിയ റീസൺ അറിയണം. അപ്പൊ ഞാന് എന്റെ ഫ്രണ്ട്സിന്റെ ഫോണിൽ നിന്ന് അല്ലാതെ വീട്ടുകാരുടെ ഫോണിൽ നിന്നൊക്കെ ഞാൻ കോള് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നോക്കി, റീസൺ അറിയാൻ വേണ്ടി നോക്കി. അപ്പം ആള് പറയുന്ന റീസൺ ഇതാണ്, ലൈക്ക് വീട്ടില് കല്യാണത്തിന് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയത്തില്ല അത് എത്രത്തോളം. ലൈക്ക് അവൾക്ക് അത്രയ്ക്കും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്ത് ലൈക്ക് അറ്റ്ലീസ്റ്റ് അവളെ വീട്ടില് ഒരു എന്റെ കാര്യം പറഞ്ഞു നോക്കിയേനെ. അതുപോലും ചെയ്തില്ല. ഒരു ചെറിയ എഫേർട്ട് പോലും അവള് ഇട്ടില്ല അവളുടെ സൈഡിൽ നിന്ന്. ഇതായിരുന്നു എന്റെ കഥ. പിന്നെ അതങ്ങനെ പോയി, മനസ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറ്റേണ്ടി വന്നു. പോട്ടറാ, നിനക്ക് സെറ്റ് ആവുന്ന ഒരാള് നിന്റെ ലൈഫിൽ വരും ഒരു ടൈം ആവുമ്പോ. മനസ്സിലായ? ഇത് എല്ലാ ജീവിതത്തിൽ സ്മൂത്ത് ആയിട്ട് പോയ ഒരു രസം ഉണ്ടാവില്ലടാ. സത്യോ ആണോ? ഫസ്റ്റത്തെ പ്രണയം സക്സസ് ആവാൻ പാടില്ല. ലൈഫ് ഈസ് ലൈക്ക് എൻ ഈസി ജി. അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. സ്റ്റേബിൾ ആയ
ചത്തുപോയി എന്നർത്ഥം. അവിടെ மேல ஒரு பைத்தியம் மேல இருக்கு பாத்தியா? உண்ட ரைட் டாப்ல പൈറ്റി എവിടെ மேல 6 മാസം ഇങ്ങനെ തന്നെ കാണും. നമ്മളെ ആമ്പിള്ളേരുടെ എല്ലാം ചോദിച്ചു, ഇവിടെ സ്റ്റോറി പറയാൻ താല്പര്യമുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? പെൺകുട്ടികളുണ്ടോ? അതെ, പാത്തു പറയും. പേര് പറയണ്ട, ലൈക്ക് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അതിൽ ഒരാൾ പറഞ്ഞു. എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല ഇതുവരെ. ജൂഡിന്റെയും ബിയുടെ കഥ പറ. അതെ, ഇല്ല അയ്യോ നടന്ന കാര്യം പറയട്ടെ. എനിക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പേ ഉള്ളതാണ്. കണ്ടിന്യൂ പോകുന്നു. ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിൽ മുതലെടുത്തല്ലേ നീ അതൊക്കെ ഫ്രഷ് ആണ് തെളിയിച്ചല്ലേ നീ അതിന്റെ ഇടയ്ക്കൂടെ? സ്കൈപ്പിലൊന്നും പറയാനില്ല. ഇല്ല ഇല്ല, ഗോകുലെന്തെങ്കിലും പറയണ്ടോ? ഇല്ല സിക്പേണ് റിലേഷൻഷിപ്പ്. ഡേസി അതെന്താ കാട്ടിൽ പോയിരിക്കുന്നേ? മന്ദാരത്തിന്റെ കേൾക്കാൻ വേണ്ടി വന്നിരുന്നാണ്. അത് പറയുമ്പോ മന്ദാരം പറയുമ്പോ കുരുവിയും ഡേസി അങ്ങോട്ട് കയറിയിരുന്നു. കോച്ചിനെന്തെങ്കിലും പറയട്ടോ? ഒന്നും പറയാനേ ഉള്ളൂ. കോച്ച് പറഞ്ഞ ഡിവോഴ്സ് ആണ്. മുച്ചിരിക്ക് പറയാനില്ലേ? ഞാൻ ചെറിയ കിടാവുറായിരുന്നു. താഴെ ശരി എപ്പോ നോക്കിയാലും കൊമ്പത്താ. പിന്നെ നോക്കുന്നേ പൂക്കിയാവാം, പൂക്കി എല്ലാരും 30 ദിവസത്തേക്ക് ആംഗിലുണ്ട്. 30 ദിവസത്തേക്ക് ആക്സസ് എടുത്തു. മുച്ചിരിയുടെ ഫീമെയിൽ വേർഷൻ தான் കുരുവി. സെയിം ആയിട്ട് സംസാരിക്കും. കുരുവിക്ക് സിറ്റിയില് പ്രേമൊന്നും ഇല്ലായിരുന്നോ? 1.5 മാസം. നല്ലൊരു പ്രപ്പോസൽ അല്ലേ വന്നത്. നല്ലൊരു ഞാൻ ആരെയും നോക്കൂലെന്ന് ഉറപ്പിച്ച് ടൈമിട്ട് ഇറങ്ങി. തമ്പിയായിട്ട് പ്രണയമൊന്നും ഇല്ലായിരുന്നു? പ്രണയം ഉണ്ടാവാത്ത എവിടെയൊന്നും നിൽക്കുന്നുണ്ട്. ഫുള്ളുണ്ട്. ആദ്യം ഇങ്ങനെ പ്രപ്പോസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ കുട്ടി വേറെ നിങ്ങളെ ആൾക്കാരെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. അതോടെ ഇടയ്ക്കൂടെ പാല വൈകില്ലായിരുന്നു. പിന്നെ അല്ല അത്ര ഉള്ളു. എലിയുടെ സ്റ്റോറി പറ, ബോള മൂട് കാണാനാ. ഇപ്പൊ തുടങ്ങിയിട്ട് ഇതാരാണ് ഇവിടെ ജസ്റ്റ് തൊപ്പിയൊക്കെ ഇട്ടിരിക്കണം? അതാര്? അതാണ് മുച്ചിരി. മുച്ചിരി ഉണ്ട് റൈറ്റ് ടോപ്ல பாரு. ഇത് അപ്പാപ്പ അപ്പാപ്പന്റെ മാസ്ക് ഒക്കെ ഇട്ട്. അപ്പൊ വേണത് മുടി വേറെ അപ്പക്കുട്ടനത്. ടി.വി. സ്റ്റോറി കുറെ വട്ടം പറഞ്ഞല്ലേ ഇപ്പൊ പറഞ്ഞു. അല്ല അവന്റെ അടുത്ത് ചോദിക്കാം ബ്രോ. 770 സ്റ്റോറി അതൊക്കെ സിനിമാറ്റിക്സിൽ മറ്റേ ഇതില് കണ്ടാ മതി. ഷോർട്ടെക്സിന്റെ സിനിമാറ്റിക്സിൽ വരുന്നത് സ്റ്റോറി പറയാൻ പറ്റിയ സമയം. കരടി സാബു. അപ്പൊ നിങ്ങളുടെ രാത്രികാല പ്രണയം നടക്കട്ടെ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കട്ടറും പാവുന്നില്ല. നിങ്ങൾക്കൊരു കട്ടറുമ്പല്ലോ, നിങ്ങൾ ഓൾറെഡി സിംഗിൾ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ അതെ ഞങ്ങൾ കോച്ച് ബി എ പാസ്.